പ്രിയരെ, ഇത് പുലർകാല വിചിന്തനം. ഉഗ്രമായ വേദനയിൽ തപിച്ചു പോകുന്ന ചില മനസ്സുകൾക്ക് വേണ്ടത് നിങ്ങളുടെ അനുഭവങ്ങളുടെ മൂശയിൽ ഒഴിച്ചു വാർത്തെടുത്തിരിക്കുന്ന ചില ഉപദേശങ്ങളോ ചില തീരുമാനങ്ങളോ ഒന്നുമല്ല. അവർക്ക് വേണ്ടത് കേട്ടിരിക്കുവാൻ പറ്റുന്ന ഒരു മനസ്സിൻ്റെ സാന്നിധ്യമാണ്. അവരുടെ കണ്ണുനീരിന് പരിഹാരം നിർദ്ദേശിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിലും വെറുതെ അരികെ ചേർന്നിരുന്ന് എല്ലാം ഒന്ന് കേട്ടിരിക്കുവാൻ പറ്റുന്നൊരു മനസ്സും സാരമില്ല എന്ന് പറയുന്ന ഒരു വാക്കും മാത്രമാണ് അവർക്ക് വേണ്ടത്. തിരുവചനത്തിൽ നമ്മൾ ഇതിന് വ്യക്തമായൊരു ഉദാഹരണം കാണുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ജെറുസലേമിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് അവൻ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, സമയമായി, മനുഷ്യപുത്രൻ മഹത്വപ്പെടാൻ നേരമായി, ഞാൻ ജെറുസലേമിലേക്ക് പോവുകയാണെന്ന്. ശിഷ്യന്മാരൊക്കെ അവനെ എതിർക്കുന്നുണ്ട്. കാരണം ക്രിസ്തുവിൻ്റെ മരണത്തോട് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നവരല്ല ശിഷ്യന്മാർ. അവർ മനോഹരമായി കണ്ടിരുന്ന സ്വപ്നം അവിടെ ഉടഞ്ഞു വീഴുവാൻ പോവുകയാണ്. പക്ഷെ യേശു അതൊന്നും വകവയ്ക്കാതെ ജെറുസലേമിലേക്ക് പോവുകയാണ്. ശിഷ്യന്മാർ രോഷത്തോടുകൂടെ അവൻ്റെ പിന്നാലെ നടന്നു പോവുകയാണ്. പോകും വഴിയാണ് ക്രിസ്തു ലാസറിൻ്റെ ഭവനത്തിൽ കയറുന്നത്. അവിടെ മർത്തയെന്നും മേരി എന്നും പറയുന്ന സഹോദരിമാരുണ്ടായിരുന്നു. ക്രിസ്തു വരുന്നത് കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ നീറിക്കിടക്കുന്ന കണ്ണുനീരിൻ്റെ കനൽ എത്രമാത്രം അവനെ പൊള്ളിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാൻ ഒരൊറ്റ നോട്ടത്തിൽ മേരിക്ക് മാത്രമേ പറ്റിയുള്ളൂ. മർത്തയ്ക്കൊരിക്കലും അവൻ്റെ കണ്ണുകളിൽ നോക്കിയിട്ട് അവൻ്റെ ഉള്ളു വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മർത്ത എന്ത് ചെയ്തു? മർത്ത പതിവ് പോലെ അവൻ ആഹാരം ഉണ്ടാക്കുവാനുള്ള തിരക്കുകൾക്കിടയിലേക്ക് മടങ്ങിപ്പോയി. പക്ഷെ മേരി, അവൾ അവൻ്റെ അരികിൽ പോയി വെറുതെ ഇരുന്നു. ക്രിസ്തു അനുഭവിക്കുന്ന നൊമ്പരത്തിൻ്റെ ആഴം എത്രമാത്രമാണെന്ന് ക്രിസ്തു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ആത്മാവ് മരണത്തോളം അസ്വസ്ഥമായിരിക്കുന്നു ക്രിസ്തു പറയുന്നുണ്ട്. എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട്, അത് പൂർത്തിയാകുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണെന്ന് ക്രിസ്തു പറയുന്നുണ്ട്. തൻ്റെ ചുണ്ടിനും തൻ്റെ പാനപാത്രത്തിനും ഇടയിലുള്ള ദൂരം കുറഞ്ഞു വന്നിരിക്കുന്നു. ഏതാനും സമയങ്ങൾക്കുള്ളിൽ ഉഗ്ര തീവ്ര വേദനയുടെ പാനപാത്രവും വഹിച്ചുകൊണ്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന മലമുകളിലേക്ക് കയറിപ്പോയി ബലിയാടായി മാറണം. മനുഷ്യവംശത്തിൻ്റെ പാപമേറ്റെടുക്കണം, പിടഞ്ഞു മരിക്കണം. ക്രിസ്തു കൺമുമ്പിലുണ്ട് ഓരോ നിമിഷത്തിൻ്റെയും വേദനകൾ. അവനെല്ലാം ഉള്ളിലൊതുക്കി ഇങ്ങനെ നടക്കുമ്പോഴും കൂടെ ജീവിച്ച 12 പേർക്ക് അത് മനസ്സിലായില്ല. പക്ഷേ അരികിലിരിക്കുന്ന മേരിക്ക് മാത്രം അത് മനസ്സിലായി. അവൻ്റെ അരികിലിരുന്നു കൊണ്ട് അവൻ്റെ ആകുലതകൾ അവൾ കേൾക്കുവാൻ തുടങ്ങി. പാദങ്ങളിൽ ഇരുന്നു കൊണ്ട് സാരമില്ല, വിഷമിക്കണ്ട എന്ന് പറയുവാൻ തുടങ്ങി. അപ്പോഴാണ് മർത്ത സഹോദരി ഓടി വന്നിട്ട് പറയുന്നത്, ഇവൾ എല്ലാ പണികളും ചെയ്യാൻ എന്നെ തനിച്ച് വിട്ടിരിക്കുക, നിന്റെ അരികിൽ വന്നിരിക്കുക, അവളോട് പറ എന്നെ സഹായിക്കാൻ. ക്രിസ്തു പറഞ്ഞു, ഉചിതമായത് മേരി തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്താണ് വേണ്ടത് അത് അവൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യർക്കും വേണ്ടത് ഇതുപോലെയുള്ള ഒരാളെയാണ്. അരികിലിരുന്ന് ഒന്നും പറഞ്ഞില്ലെങ്കിലും എല്ലാം ഒന്ന് കേൾക്കുവാനായിട്ട് കഴിയണം. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് 2 ചെവികളുണ്ട്, ഒരു നാവേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അധികം പറയുന്നതിനേക്കാൾ നിങ്ങൾ അധികം കേൾക്കുവാനായിട്ട് പഠിക്കൂ. നിങ്ങളുടെ ചെവികൾ നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കൂ. നിങ്ങൾ അധികം പറയുന്നവരായി മാറണ്ട. കാരണം നിങ്ങളുടെ കൂടെയുള്ളവർക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ അവർക്ക് 2 ചെവികളാണ് അത്യാവശ്യം. എല്ലാം ഒന്ന് കേൾക്കുവാൻ പറ്റുന്ന ഒരാൾ ഇന്ന് പലപ്പോഴും അതില്ല. നല്ല സൗഹൃദങ്ങൾക്കിടയിലും നല്ല സ്നേഹങ്ങൾക്കിടയിലും ഇന്ന് കേൾക്കുവാൻ പറ്റുന്ന മനുഷ്യർ കുറവാണ്. ഹൃദയം മറ്റൊരാളും ഹൃദയത്തിന് മുമ്പിൽ ഒന്ന് തുറന്നു വെച്ചു കൊടുത്ത്, നീ എല്ലാം ഒന്ന് പറഞ്ഞുകൊള്ളുക, നിനക്ക് ഞാനുണ്ട്, ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്താത്ത, ഒരിക്കലും നിനക്ക് കണ്ണുനീര് തിരിച്ചു നൽകാത്ത, നിന്റെ എല്ലാ വേദനകളും ഭാരങ്ങളും കേൾക്കുവാൻ പറ്റുന്ന ഒരാളായി ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് ഒരാൾക്ക് നിനക്ക് ഉറപ്പ് കൊടുക്കാനായിട്ട് പറ്റുമെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഹൃദം എന്ന് പറയുന്നത്, സ്നേഹമെന്ന് പറയുന്നത്. നിങ്ങൾ മനുഷ്യരുടെ അരികിലൊന്ന് ഇരുന്നു കൊടുക്കൂ. അവരുടെ സ്നേഹത്തിൻ്റെ അരികിൽ നിങ്ങളൊന്ന് ഇരുന്നു കൊടുക്കൂ. നിങ്ങൾ നല്ല സ്നേഹിതനായി മാറൂ, കേൾവിക്കാരനായി മാറൂ.
നിങ്ങൾക്ക് പലരെയും ജീവിതത്തെ നേടിയെടുക്കാനായിട്ട് പറ്റും. അതാണ് പ്രിയപ്പെട്ടവരെ സ്നേഹം. കണ്ണടച്ചീശോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾക്ക് മറ്റൊരാളുടെ മുമ്പിൽ കേൾവിക്കാരനായി മാറാനായിട്ട് പറ്റണമേ. ഒരാളുടെ വേദനയെ തൊട്ടറിയുന്ന വ്യക്തിയായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.